പല പേരൻസും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഈവൻ നേരിട്ട് കൺസൾട്ടേഷനിലാണെങ്കിലും ചോദിക്കാറുള്ള ഒരു ഡൗട്ടാണ് കുട്ടികളിൽ പോട് വരുന്നത് തടയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഇതിന് ട്രീറ്റ്മെന്റ് ഉണ്ട്. അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അജ്ന സലീം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കുട്ടികളിലാണെങ്കിലും മുതിർന്നവരാണെങ്കിലും പോട് വരുന്നത് തടയാൻ വേണ്ടിയിട്ട് ഉള്ള ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. പല്ലിൽ ഒരുപാട് പോടുകളുള്ള കുട്ടികൾ നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് അവരുടെ പേരൻസിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിനെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. എന്റെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് വായുടെ ഓറൽ ഹൈജീൻ എങ്ങനെയാണ് പല്ലിൽ പോടുണ്ടാവുന്നതും അതുപോലെ മോണരോഗം ഉണ്ടാകുന്നതിനൊക്കെ കാരണമാകുന്നതെന്നുള്ളത്. പല്ലിൽ പോട് വരുന്നത് തടയാനും മോണരോഗങ്ങളിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാനും ഓറൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇതല്ലാതെ നമ്മൾ ക്ലിനിക്കുകളിൽ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടോപ്പിക്കൽ ഫ്ലൂറൈഡ് അപ്ലിക്കേഷനെ പറ്റിയിട്ടാണ്. എന്താണ് ടോപ്പിക്കൽ ഫ്ലൂറൈഡ് അപ്ലിക്കേഷൻ? ഏത് പ്രായക്കാരിലാണ് നമ്മളിത് ചെയ്യുന്നത്? അതുപോലെ എത്ര കാലം കൂടുമ്പോൾ ഈ ട്രീറ്റ്മെന്റ് ചെയ്തിരിക്കണം? ഇത് ആർക്കാണ് ചെയ്യാൻ പാടില്ലാത്തത്? അതുപോലെ ആർക്കൊക്കെ ഈ ട്രീറ്റ്മെന്റ് ചെയ്യാം എന്നുള്ളതിനെയൊക്കെ പറ്റിയിട്ട് വിശദമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത് കുട്ടികളിൽ മാത്രമല്ല മുതിർന്നവരിലും വളരെ എഫക്റ്റീവ് ആണെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. പല പഠനങ്ങൾക്കൊടുവിൽ അമേരിക്കൻ ഡെന്റൽ അസോസിയേഷൻ വളരെയധികം റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് കൂടിയാണിത്. ഇത് ആരിലൊക്കെയാണ് ചെയ്യുന്നത്? ഹൈലി കാരീസ് ഇൻഡെക്സ് ഉള്ള പേഷ്യന്റ്, അതായത് ഒരുപാട് വായിൽ പോട് വരാൻ സാധ്യതയുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഒരുപാട് പോടുകൾ വായിലുള്ള പേഷ്യൻസിനും നമുക്ക് ഈ ട്രീറ്റ്മെന്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വേര് എക്സ്പോസ്ഡ് ആയ പേഷ്യൻസ്, ചിലപ്പോൾ മോണരോഗങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ പല്ലിൽ ഉണ്ടായ തേയ്മാനം കൊണ്ടാവാം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പല്ലിന്റെ വേര് എക്സ്പോസ്ഡ് ആയിട്ടുള്ള കേസിലും നമ്മൾ ഈ ട്രീറ്റ്മെന്റ് ചെയ്യാറുണ്ട്. അതുപോലെ ചില കുട്ടികൾ വളരെയധികം കാരീസ് കൂടുതലായിട്ട് കാണാറുണ്ട്, അതായത് പോട് വളരെ കോമൺ ആയിട്ട് അവരിൽ കാണാറുണ്ട്. അങ്ങനെയുള്ള കുട്ടികളിൽ നമ്മൾ ഈ ടോപ്പിക്കൽ ഫ്ലൂറൈഡ് ആപ്ലിക്കേഷൻ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഏത് പ്രായക്കാരിലാണ് ഇത് ചെയ്യുന്നത്? ഇത് ഏജ് ലിമിറ്റ് അല്ല, കുഞ്ഞിന് സ്വയം തുപ്പാൻ സാധിക്കുന്ന ഒരു പ്രായത്തിലാണ് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഇത് ഈ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് കുഞ്ഞിത് വിഴുങ്ങി പോകാനുള്ളത് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വിഴുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വയം തുപ്പാനും നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലുള്ള കുട്ടികളിലാണ് നമ്മൾ കൂടുതലും ടോപ്പിക്കൽ ഫ്ലൂറൈഡ് ആപ്ലിക്കേഷൻ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളിൽ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ അവർക്ക് നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് ഇത് തുപ്പാൻ വേണ്ടിയിട്ട് സാധിക്കണം. എന്തൊക്കെയാണ് ഈ ട്രീറ്റ്മെന്റ് ഗുണങ്ങൾ? നമ്പർ 1, നമുക്ക് ഇത് പല്ലില് റീമിനറലൈസേഷൻ, അതായത് മിനറൽസ് നഷ്ടപ്പെട്ടു പോയ പല്ലില് പുതുതായിട്ട് റീമിനറലൈസേഷന് ഇത് സഹായിക്കും. അതുവഴി പല്ലിന് കൂടുതൽ സ്ട്രെങ്ത്തും അതുപോലെ ക്യാവിറ്റി വരുന്നത് തടയാനും ഇത് സഹായിക്കും. ഈ ട്രീറ്റ്മെന്റ് പല്ലില് ഡീമിനറലൈസേഷൻ വരുന്നത് തടയുന്നു. ഡീമിനറലൈസേഷൻ സംഭവിക്കുമ്പോഴാണ് പല്ല് കൂടുതൽ ദ്രവിച്ചു പോവുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ ഈ ഡീമിനറലൈസേഷൻ തടയാൻ വേണ്ടിയിട്ട് ഈ ഫ്ലൂറൈഡ് ആപ്ലിക്കേഷൻ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ ചെറിയ പിറ്റുകളൊക്കെ റീമിനറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പിന്നെയും മിനറലൈസേഷൻ അവിടെ നടക്കാൻ വേണ്ടിയിട്ട് ഈ ഫ്ലൂറൈഡ് ആപ്ലിക്കേഷൻ കൊണ്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ക്യാവിറ്റി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഫ്ലൂറൈഡ് എന്ന് പറയുന്നത് നമ്മുടെ പല്ലിൽ പോട് വരുന്നത് വളരെയധികം തടയുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മുതിർന്നവരിലാണെങ്കിലും കുട്ടികളിലാണെങ്കിലും ടൂത്ത് പേസ്റ്റിലെ ഒരു പ്രധാന ഘടകമാണ് ഫ്ലൂറൈഡ്. ഫ്ലൂറൈഡ് നമ്മുടെ വായിൽ ക്യാവിറ്റി വരുന്നത് തടയും എന്നുള്ളത് സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ്. ഇത് ബാക്ടീരിയയുടെ പ്രവർത്തനത്തെ തടഞ്ഞുകൊണ്ട് പല്ലിൽ ക്യാവിറ്റി വരുന്നത് തടയാൻ വേണ്ടിയിട്ട് കാരണമാകുന്നുണ്ട്. പല തരത്തിലുള്ള ടോപ്പിക്കൽ ഫ്ലൂറൈഡ് ആപ്ലിക്കേഷനുകളുണ്ട്. ജെല്ലുകളായിട്ടുണ്ട്, ഫോം ആയിട്ടുണ്ട്, അതുപോലെ റിൻസ് ആയിട്ടുണ്ട്, അതായത് വായിൽ ഒഴിച്ച് കഴുകുന്ന സൊല്യൂഷൻ പോലെ രീതിയിലുള്ളതുണ്ട്. കൂടുതലും കുട്ടികളിലൊക്കെ ജെൽ ആപ്ലിക്കേഷൻ ആണ് ഞാൻ പ്രിഫർ ചെയ്യാറുള്ളത്. കാരണം ജെൽ ആപ്ലിക്കേഷൻ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്യാനും അതുപോലെ തന്നെ കുട്ടികളെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാനും കുറച്ചുകൂടി ഈസിയാണ്. പിന്നെ അടുത്തൊരു ടെക്നിക്കാണ് വാർണിഷ് രൂപത്തിലുള്ള ഫ്ലൂറൈഡ് ആപ്ലിക്കേഷനുകൾ നമുക്ക് അവൈലബിൾ ആണ്. വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് 1.23% ആയിട്ടുള്ള APF ഫ്ലൂറൈഡ് ആണ്. ഇത് കൂടാതെ 2% ന്യൂട്രൽ സോഡിയം ഫ്ലൂറൈഡ്, 5% സോഡിയം ഫ്ലൂറൈഡ് വാർണിഷ്, 8% സ്റ്റാനസ് ഫ്ലൂറൈഡ് ഒക്കെ നമ്മൾ ഈ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇത് ആർക്കൊക്കെയാണ് ചെയ്യാൻ സാധിക്കാത്തത്?
ചില അലർജികളുള്ള ആൾക്കാരിൽ പ്രത്യേക തരത്തിലുള്ള ഫ്ലൂറൈഡ് അലർജികളോ അല്ലെങ്കിൽ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് അലർജികളോ ഒക്കെയുള്ള ആൾക്കാരിൽ നമുക്ക് ഇത് അലർജി ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്കിത് യൂസ് ചെയ്യുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, സ്വയം തുപ്പാൻ കഴിയുന്ന ആൾക്കാരിൽ നമുക്ക് ഈ ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഏകദേശം 4 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഈ ട്രീറ്റ്മെന്റിനുള്ളത്. അപ്പോൾ ഈ സമയത്ത് പേഷ്യന്റ് യാതൊരു കാരണവശാലും തുപ്പൽ ഇറക്കാനോ അതുപോലെ ഈ അപ്ലൈ ചെയ്തേക്കുന്ന ജെൽ ഇറക്കാനൊന്നും പാടില്ല. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരിലാണ് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് ചെയ്യാറുള്ളത്. എങ്ങനെയാണ് ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്? ആദ്യം പല്ലൊന്ന് പോളിഷ് ചെയ്തിട്ട് ബയോഫിലിം ഒക്കെ നീക്കിയതിന് ശേഷം ഇതുപോലെയുള്ള ട്രേകളുണ്ട്, ഡിസ്പോസിബിൾ ട്രേകളുണ്ട്. അതായത് ഒരു പേഷ്യന്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ട്രേ ഡിസ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ട്രേസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ഈ ട്രേയിൽ നമ്മൾ ഒരു 1/3 ഭാഗം ജെൽ അപ്ലൈ ചെയ്തതിന് ശേഷം എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് പേഷ്യന്റ് ലോവർ ജോ ആണെങ്കിൽ ലോവർ ജോയിൽ ഫിക്സ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പർ ജോയിലും ഇതുപോലെ തന്നെ നമ്മൾ വെച്ചതിന് ശേഷം പേഷ്യന്റിനോട് ഒരു 4 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയാം. ഈ സമയത്ത് പേഷ്യന്റ് ഉമിനീര് ഇറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സലൈവറി ഇജക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് സക്ഷൻ ഉപയോഗിച്ചിട്ട് വായിൽ നിന്നുള്ള ഉമിനീര് അപ്പം നമ്മൾ നീക്കി കൊടുക്കാറുണ്ട്. ഇതുപോലുള്ള ട്രെയിൽ നമ്മൾ ജെല്ല് എല്ലാ ഏരിയയിലും സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇൻക്ലൂഡിങ് അണപ്പല്ലുകൾ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വെച്ചിട്ട് പേഷ്യന്റിനോട് നമ്മൾ കടിക്കാൻ പറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പേഷ്യന്റിനോട് ഒരു 2 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് പേഷ്യന്റിനോട് 2 തവണ ചൂ ചെയ്യാൻ വേണ്ടി പറയും, അതൊന്ന് ചായ്ക്കാൻ വേണ്ടി പറയും. അപ്പോഴത്തേക്ക് നമുക്ക് ഈ പേഷ്യന്റിന്റെ ജെല്ല് പല്ലിന്റെ എല്ലാ ഭാഗത്തും എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യിക്കുന്നത്. അതുപോലെ തന്നെ 4 മിനിറ്റിന് ശേഷം നമ്മളിത് പല്ലിൽ നിന്ന് തുടച്ച് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പേഷ്യന്റിനോട് അരമണിക്കൂറത്തേക്ക് വാ കഴുകാനോ വെള്ളം കുടിക്കാനോ അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ കഴിക്കാനോ പാടില്ല എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്യാറുണ്ട്. കാരണം അത്രയും നേരം അതിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല, നമുക്ക് ഫ്ലൂറൈഡ് ഉള്ളിലോട്ട് ചെല്ലുന്നത് തടയാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഈ 30 മിനിറ്റ് ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പേഷ്യന്റിനോട് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാ കഴുകിയതിന് ശേഷം ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ നോർമലായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റിയിലും ഏർപ്പെടാവുന്നതാണ്. അതായത് ഈ അരമണിക്കൂർ വായിൽ വരുന്ന ഉമിനീര് തുപ്പിക്കളയാൻ വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യത്തിലായിരിക്കണം പേഷ്യന്റ് ഉണ്ടാവേണ്ടത്. പ്രൊസീജിയർ കഴിഞ്ഞിട്ട് 30 മിനിറ്റ് വായിൽ വരുന്ന ഉമിനീര് നമ്മൾ തുപ്പിക്കളയുകയാണ് ചെയ്യേണ്ടത്, അത് ഇറക്കാൻ പാടില്ല. ഇനി ഹൈലി ക്യാരീസ് റിസ്ക് ആയിട്ടുള്ള പേഷ്യന്റ് ആണ്, അത് ഒരുപാട് ക്യാരീസ് ഒക്കെ വരുന്ന പേഷ്യന്റ് ആണെങ്കിൽ അമേരിക്കൻ ഡെന്റൽ അസോസിയേഷൻ റെക്കമെൻഡ് ചെയ്യുന്നത് വർഷത്തിൽ 3 തവണ ഈ ട്രീറ്റ്മെന്റ് ചെയ്യാമെന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് അധികം ക്യാരീസ് ഇൻഡെക്സ് ഒന്നും ഇല്ല, ക്യാവിറ്റി വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ എല്ലാ 6 മാസം കൂടുമ്പോഴും 1 തവണ ഈ ട്രീറ്റ്മെന്റ് ചെയ്യാം. അതായത് വർഷത്തിൽ 2 തവണ ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. വർഷത്തിൽ 4 തവണ നമുക്ക് ഈ ട്രീറ്റ്മെന്റ് ചെയ്യാം. പല്ലിലെ പോട് കാരണം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളും പാരൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആരും മറക്കരുത്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിനെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.